ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. സലീം കുമാറുണ്ട്, സായി കുമാറുണ്ട്. എല്ലാവരും ചെറിയ ചെറിയ വേഷങ്ങൾ വരുന്നെങ്കിലും അവർക്ക് വേണ്ട സ്പേസ് കൊടുത്ത് തന്നെയല്ലേ ഈ സിനിമ പോകുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും ഓരോ ക്യാരക്ടേഴ്സിന് അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ചെറിയ ചെറിയ റോൾ ആണെങ്കിൽ പോലും വന്ന് പോകുന്നതിനൊരു സ്പേസ് ഉണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട്. അല്ല വെറുതെ ഒരു കാര്യമില്ലാതെ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ ഒന്നുപോലും ഇല്ല ഈ സിനിമയിൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമയിൽ. സോ ആ രീതിയിൽ അത് ഇവരുടെയൊക്കെ പ്രസൻസ് അതിനെ ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിന്റെ മ്യൂസിക്കാണ് എടുത്തു പറയേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ എത്രയോ നാള് കാത്തിരുന്ന അദ്ദേഹം വിദ്യാസാഗർ ഒന്ന് മ്യൂസിക് ചെയ്യുക പറയുമ്പോൾ ഈ സിനിമയുടെ ഹൈപ്പ് വേറെ രീതിക്ക് വേണ്ടി ആ വലിയ ഷോ പോലെ തന്നെ ഇവിടെ നടത്താൻ കഴിഞ്ഞു. അത്രമേലും മ്യൂസിക് അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക്കലി പാട്ടുകൾ ഇറങ്ങിയപ്പോൾ തന്നെയാണ് ഏറ്റവും ഇമ്പമാർന്നതെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. ഇപ്പം ഇറങ്ങിയ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് ഹിറ്റുകളാണ്. യൂട്യൂബിലാണെങ്കിലും ലിസണിങ്ങിലാണെങ്കിലും ഒക്കെ ഭയങ്കര കൂടുതലാണ് ലിസണേഴ്സ്. അപ്പം വിദ്യാജി കുറേ നാൾക്ക് ശേഷം എനിക്കൊന്ന് ലാസ്റ്റ് ചെയ്ത് സോളമന്റെ തേനീച്ചകൾ കഴിഞ്ഞിട്ട് മലയാളത്തിൽ ചെയ്യുന്ന സിനിമയാണ്. വിദ്യാജിയൊക്കെ നമ്മളൊക്കെ ഒരുപാട് ആരാധിച്ചിട്ടുള്ള, ഇന്നും ആരാധിക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ. വിദ്യാജി സംഗീതം നൽകിയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ 21 വർഷം കാത്തിരിക്കേണ്ടി വന്നു വിദ്യാജി ഈണം നൽകിയ ഒരു ഗാനത്തിൽ അഭിനയിക്കാൻ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മീശമാധവന്റെ സമയം മുതൽ വിദ്യാജിയുടെ ഗാനങ്ങൾ കേൾക്കുകയും പല സ്റ്റേജുകളിൽ പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ സോങ്സും വിഷ്വൽസും ഒക്കെ കാണുമ്പോൾ തോന്നും എന്തെങ്കിലും ഒരിക്കൽ വിദ്യാജിയുടെ സോങ്ങിൽ അഭിനയിക്കണം. 21 ഇയേഴ്സ് കാത്തിരുന്നു. ഏതായാലും കാത്തിരുന്നെങ്കിലും വൈകി വന്നാലും വസന്തമായി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു നല്ല ഗാനത്തിൽ, നല്ല വിഷ്വൽസ് ഉള്ള ഒരു ഗാനത്തിൽ അഭിനയിക്കാൻ സാധിച്ചു. നല്ല തീർച്ചയായിട്ടും അത് വലിയൊരു ആഗ്രഹം പോലെ നടക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയിൽ നമുക്ക് കാണുന്നത്. ഈ സിനിമയിൽ മറ്റ് മേഖലയിൽ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ എറണാകുളം തന്നെയായിരുന്നോ അതോ? എറണാകുളം ആയിരുന്നു മെയിൻലി. പിന്നെ നമ്മൾ കുറച്ച് സോങ് കട്ട്സിന് വേണ്ടി മാത്രം വാഗമണിൽ ഒരു ദിവസം പോയി ഷൂട്ട് ചെയ്തിരുന്നു, മാത്രമേ ഉള്ളൂ. ബാക്കി മെയിൻലി എറണാകുളം തന്നെ, എറണാകുളം ആൻഡ് സറൗണ്ടിങ്സ്. ഈ ഡയറക്ഷന്റെ കാര്യമൊക്കെ ഇന്നാൾ തൊട്ട് പറയുന്നുണ്ട്, എന്തായി എന്നുള്ളത് ഞാൻ ചോദിച്ചു തന്നെ വീണ്ടും കാത്തിരിക്കാൻ പറയും എൻ്റെ അടുത്ത്. ഇല്ല, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ ഒന്ന് ഹോൾഡിൽ വെച്ചിരിക്കുക. സമയമാകുമ്പോൾ ഞാൻ എല്ലാവരും അറിയിക്കും. അതെ, നിങ്ങൾ ചോദിക്കുന്നില്ല, ഞാൻ പറയുന്നില്ലല്ലോ. ചോദിക്കുമ്പോ എനിക്ക് മറുപടി പറഞ്ഞില്ലേ. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആഗ്രഹം. എനിക്കും ആഗ്രഹമുണ്ട്, സമയമാകുമ്പോൾ നടക്കും. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ ഇനി ഉറപ്പായിട്ട് അവസരം. നിങ്ങൾ ആദ്യമായിട്ടുള്ള ഒരുമിച്ച് അഭിനയിച്ചപ്പോ മനസ്സിലായല്ലോ ആള് കൂളാണ്, പിന്നെ അവസരം തരുമെന്നാണ് അല്ലേ? കൂളാണ്. പക്ഷെ അത് അതെ, തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിൽ അനുയോജ്യമായ കഥാപാത്രങ്ങൾക്ക് ചേരുന്ന മുഖങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആരാണെങ്കിലും നമ്മൾ കാസ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. എംപുരാന്റെ ഷൂട്ടിംഗ് നടക്കുന്നു. 2 ഷെഡ്യൂൾ കഴിഞ്ഞു. ഇന്ത്യയിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, UK ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു. അപ്പൊ അമേരിക്കയിലെ ഷെഡ്യൂൾ ഇപ്പൊ തുടങ്ങുന്നു. അപ്പോ അതിനായിട്ട് ഞാനിപ്പോ നെക്സ്റ്റ് വീക്ക് അമേരിക്കയിലേക്ക് പോവാണ്. അമേരിക്കയിലെ ഷെഡ്യൂൾ തൊട്ടുണ്ട്. തിരിച്ച് വീണ്ടും ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഷൂട്ടിംഗ് ഉണ്ട്, ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ഷൂട്ടിംഗ് ഉണ്ട്, ഇനിയും ഏതൊക്കെയോ ഫോറിൻ കൺട്രീസിൽ ഷൂട്ടിംഗ് ഉണ്ട്. എല്ലായിടത്തും എനിക്ക് ഷൂട്ടിംഗ് ഇല്ല, പക്ഷെ എനിക്ക് US-ലും ഇന്ത്യയിലുമാണ് പോയിട്ടുള്ളത്. അതെ, വലിയ പടമായിരിക്കും, വെരി ബിഗ് ഫിലിം. ഒരു ഡൗട്ടുമില്ല, ഏറ്റവും വലിയ പടമായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ആടുജീവിതം റിലീസിന് ഒരുങ്ങിയാണ്. അതെ, അതേക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊക്കെ? അത് ഇപ്പൊ എനിക്കൊന്ന് ഏപ്രിലാണ് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അതിന്റെ ഓഡിയോ ലോഞ്ച് എന്തോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് റഹ്മാൻ സാറൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു വലിയ ഇവന്റ് ആയിട്ടാണ് നടത്തുന്നത്. അതെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രോജക്റ്റാണ്. കാരണം നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ആടുജീവിതം. അപ്പം ആ രീതിയിൽ ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായ വിഷ്വൽ, ഞാൻ ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരുപാട് പെയിനും ഹേർട്ടും ഒക്കെ ആണ്. അപ്പോൾ അത് സിനിമയിലോട്ട് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ബ്ലസ്സേറ്റിനെ പോലെ എക്സ്പീരിയൻസ് ആയിട്ട് സംവിധായകൻ അത് കൈകാര്യം ചെയ്യുമ്പോൾ, ഇത്രയും ഗംഭീര ടെക്നീഷ്യൻസ് അതിൽ വരുമ്പോൾ, ഇപ്പം റഹ്മാൻ സാർ അല്ലെങ്കിൽ റസുപ്പുക്കുട്ടി, ഒരുപാട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയുടെ ക്വാളിറ്റി അതുപോലെ എലിവേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ പ്രതീക്ഷയിലും അപ്പുറം വിഷ്വൽസ് ആ സിനിമയിൽ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കാരണം കുറച്ച് വിഷ്വൽസ് ഞാൻ കണ്ടു. ആൻഡ് പൃഥ്വിയെ സംബന്ധിച്ചിടത്തോളം അത് കൈൻഡ് ഓഫ് ഹാർഡ് വർക്ക്, ആ സിനിമയുടെ പുറകിലിട്ട ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ ഭയങ്കരമാണ്. കാരണം പൃഥ്വി ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള പൃഥ്വി ഇതുവരെ ആരും അങ്ങനെ ഒരു ഫോട്ടോ ഇതുവരെ കണ്ടിട്ടില്ല. മെലിഞ്ഞ ഒരു അവസ്ഥയിലൊരു ഫോട്ടോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു, പക്ഷെ അതല്ല, അതിലും ഭയങ്കര ക്ഷീണിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് നജീബിനോട് 100% നീതി പുലർത്താൻ വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഫിലിം വിച്ച് ഓൾ ഓഫ് us are waiting for. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പൃഥ്വി അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്ന ആളല്ലേ. ഒബ്വിയസ്ലി ഇത്രയും നാള് വെയിറ്റ് ചെയ്ത് ഇത്രയും വർഷം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. നമുക്കറിയാം കോവിഡ് സമയത്ത് പോലും ജോർദാനിലൊക്കെ ഫുൾ ടീം പെട്ടുപോവുകയും 2 മാസം അവിടെ മരുഭൂമിയിൽ താമസിക്കേണ്ടി വരികയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് നൽകിയൊരു സിനിമയാണത്. ഇത്രയും കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ ഏപ്രിൽ ആ സിനിമ വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്, ഒരു നോവലാണ്. അപ്പോൾ
ആ രീതിയിൽ എല്ലാവരും ഉറ്റുനോക്കുകയാണ് അതിൻ്റെ റിലീസിന്. ഇന്ദ്രിയത്തിന് ഇത്രയും വലിയൊരു സ്ക്രീനിലേക്ക് വരാതെ ഇരുന്നത് എന്തുകൊണ്ടാണ്? ഇന്ദ്രിയത്തിന് അത്തരം ഒരു വലിയ വലിയ സിനിമകളിലേക്ക് എത്താൻ കഴിയുന്നില്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് എല്ലാ കാലഘട്ടങ്ങളിലെയും എൻ്റെ സിനിമാ കരിയർ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പല കാലഘട്ടങ്ങളിലുള്ള ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ മീശമാധവൻ എടുത്തോളൂ, അല്ലെങ്കിൽ ചാന്തുകൂട്ട് എടുത്തോളൂ, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് എടുത്തോളൂ, ലൂസിഫർ എടുത്തോളൂ. ഒരുപാട് വലിയ വലിയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാവാൻ എൻ്റെ ബിഗിനിങ് ഓഫ് ദ കരിയർ മുതൽ ഇന്ന് വരെ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒരിക്കലും ഒരു നോ കംപ്ലയിൻസ്. വലിയ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് വലിയ. ഇപ്പോൾ ലൂസിഫർ വലിയ സിനിമയല്ലേ, അതിൻ്റെ ഭാഗമാണല്ലോ. അല്ലെ ഗോവർദ്ധൻ വളരെ കുറച്ച് ഉള്ളെങ്കിലും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷമായിരുന്നു. എംപുരാനിൽ അതിലും ശ്രദ്ധിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ മൈ കരിയർ ഇസ് ഗോയിങ് ഫോർവേഡ്. സോ ഐ എം ഹാപ്പി. ഒരു പ്രൊഡക്ഷനിലേക്ക് എന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും എല്ലാം ഞാൻ ഇത് ലാസ്റ്റ് ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. കാരണം പ്രൊഡക്ഷൻ, ഡയറക്ഷൻ, ഇതൊക്കെ എനിക്ക് സിനിമയിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് വേറെ ബിസിനസ്സോ കാര്യങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ സിനിമയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് സിനിമയിലെ പല മേഖലകളും എക്സ്പ്ലോർ ചെയ്യണം, മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് അതിൻ്റെ സമയമാകുമ്പോൾ അതെല്ലാം നടക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മ എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു നിങ്ങളൊന്നും ഫോൺ വിളി വളരെ കുറവാണെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് 2 ഇന്റർവ്യൂവിൽ ഇത് ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിലും എന്നോട് പറഞ്ഞു ഫോൺ വിളി വളരെ കുറവാണെന്ന് പറഞ്ഞു. ഞാനത് അംഗീകരിക്കുന്നില്ല. ഞാൻ അമ്മയെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അമ്മമാരെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ എത്ര വിളിച്ചാലും അവർക്ക് ഒരു കോൾ ചെയ്തല്ലടാ നിനക്ക് 2 നേരം വിളിച്ചുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ എപ്പോഴും എല്ലാ ദിവസവും ഞാൻ അമ്മയോട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് വർക്കില്ല. ഇപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം 2 മാസം അമ്മ ഇവിടെ ഉള്ളപ്പോഴും അമ്മ ട്രിവാൻഡ്രത്തുള്ളപ്പോഴും അമ്മയോടൊപ്പം തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് അടുത്തിടയ്ക്ക് അമ്മ പറഞ്ഞു കാണാൻ വഴിയില്ല. അത് ഹൈദരാലി കൈന്നിട്ട് പറയാൻ എനിക്ക് പറഞ്ഞത്. നമ്മുടെ ഈ സിനിമ ഏതാണ് ഷാജോണൊക്കെ അഭിനയിച്ച സിനിമയുടെ ഇന്റർവ്യൂ പോയപ്പോൾ അതെപ്പോഴാണ് മറ്റേ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്ത സിനിമയല്ലേ അത്? കഴിഞ്ഞ വർഷം വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ വിളി കുറവെന്ന് മാത്രം. പക്ഷെ വിളിക്കാതിരിക്കില്ല. ഇല്ല, ഇപ്പൊ അമ്മ രാവിലെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ വൈകിട്ട് വിളിക്കും. എടാ എവിടെയാടാ നീയൊക്കെ ചോദിക്കും. ഞാൻ രാവിലെ പറഞ്ഞില്ലേ എന്ന് പറയാം. അപ്പൊ അമ്മയ്ക്കൊരു തോന്നലാണ് നമ്മൾ വിളിക്കുന്നില്ല എന്ന്. പക്ഷെ പിന്നെ ശരിയാണ്. എല്ലാവരും ഷൂട്ടിങ്ങിലാണ്. അമ്മയും ചിലപ്പോൾ വിളിക്കുമ്പോൾ അമ്മ ഫോൺ എടുക്കാറില്ല. അമ്മയും ഷൂട്ടിങ്ങിലായിരിക്കും, ഞാനും ഒരു സ്ഥലത്തായിരിക്കും, പൃഥ്വി ഒരു സ്ഥലത്തായിരിക്കും. അത് എപ്പോഴും അങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വിളിച്ച് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല. പക്ഷെ പറ്റുമ്പോഴൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. മീൻസ് ഇവിടെ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും സിനിമ ലൊക്കേഷനിൽ? ഇന്ദ്രിയത്തിൽ നിന്നൊരു ഉപദേശം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഉപദേശം ഇല്ല. അല്ല, എന്നാലും ഓരോ സമയത്തും നമ്മൾ ഓപ്പോസിറ്റ് അഭിനയിക്കുമ്പോൾ ഓരോ ടിപ്സുകൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞു തരാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അല്ല, അതെപ്പോഴും ഇപ്പൊ ഞാനിപ്പം ലാലേട്ടനോട് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ മമ്മൂക്കയോട് അഭിനയിക്കുന്നു. അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവര് അഭിനയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതിൽ നിന്ന് നമുക്കൊന്നും പറഞ്ഞു തന്നില്ലെങ്കിലും പറയാതെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ വേറൊരു സീനിയർ ആക്ടറിനോട് അഭിനയിക്കുമ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടറിനോട് അഭിനയിക്കും. ഇപ്പോൾ റാം എൻ്റെ ഷൂട്ടിങ്ങിന് ഞങ്ങൾ ലണ്ടനിൽ 45 days ഞാൻ ലാലേട്ടനെ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അതിനോട് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ, ഒരു സ്നേഹം, അതൊക്കെ ഭയങ്കര ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും അത് അതുപോലെ ഒരു ആളിക്കത്തുന്ന തീ പോലെ ഇപ്പോഴും ഉണ്ട്. സോ അതൊക്കെ ഒരു എക്സാമ്പിളാണ് നമുക്കും അതുപോലെ പുതുതലമുറയ്ക്കൊക്കെ ഹൗ പാഷനേറ്റ് എ പേഴ്സൺ ക്യാൻ ബി ടുവേർഡ്സ് ഹിസ് പ്രൊഫഷൻ എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. അത് സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ നിന്ന് അവരോട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവരൊന്നും പറഞ്ഞു തന്നില്ലെങ്കിലും അതൊക്കെ ഒബ്സർവ് ചെയ്താൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയത് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കഥാപാത്രങ്ങൾ ഒത്തിരി. ഇത് ഇപ്പം എന്നോട് കുറച്ചു മുമ്പ് പറഞ്ഞു, ഞങ്ങൾ ഇതിനു മുമ്പ് ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ഇങ്ങനത്തെ ഒരു കഥാപാത്രം വേണം. അങ്ങനെ ഒരു കഥാപാത്രം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായിരിക്കും മീൻസ്? അങ്ങനെ ഞാനിപ്പോൾ ചിന്തിച്ചിട്ടില്ല. എനിക്കിപ്പോൾ കഥാപാത്രങ്ങൾ വരട്ടെ എന്നുള്ളതാണ്. ഇപ്പം ആഫ്റ്റർ അവാർഡ് കിട്ടിയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. ഇപ്പം വരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ ക്യാരക്ടേഴ്സ് കുറവും, ലീഡ്സിലോട്ട് മാത്രം സ്റ്റക്ക് ചെയ്യുന്ന. അപ്പം ലീഡ് വരുന്നത് ലിമിറ്റഡ് ആയിട്ട് എനിക്ക് വരുന്നത്. മറ്റേ ഇതിന് മുന്നേ ക്യാരക്ടേഴ്സ് ഇഷ്ടം പോലെ വരും. അപ്പം അതിന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കൂടുതലായിരുന്നു. അതിലും മൈൻഡ് സെറ്റിൽ ഇങ്ങനെ ക്യാരക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിൽ ഇപ്പം നാടൻ ക്യാരക്ടേഴ്സിലോട്ട് സ്റ്റക്ക് ചെയ്യുമ്പോൾ ഒരു മോഡേൺ ഷെയ്ഡ് കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് മാരിവില്യൻ ഗോപുരങ്ങൾ വരുന്നത്. അപ്പം ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഒന്നുമില്ല, ക്യാരക്ടേഴ്സ് വരട്ടെ എന്നുള്ളതാണ്. എനിക്കതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇപ്പൊ ലീഡിലോട്ട് മാത്രം സ്റ്റക്ക് ചെയ്യുന്നുണ്ടോ? അവാർഡ് കിട്ടിയതിനു ശേഷമാണ് അങ്ങനെ. അവാർഡ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അത്തരം ഒരു ചിന്താഗതി മറ്റുള്ളവരിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. എനിക്കറിയില്ല, അതിന്റെ കാരണം അറിയില്ല. പക്ഷെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ലീഡിലോട്ട് മാത്രം സ്റ്റക്ക് ചെയ്യുന്നു, ക്യാരക്ടേഴ്സ് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നമ്മൾ ക്യാരക്ടർ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. റെഡിയാണ്, ഞാൻ റെഡിയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പം ഇതിൽ പോലും മാരിവില്യൻ ഗോപുരങ്ങളിൽ പോലും ലീഡ് എന്നുള്ള രീതിയിലല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ ക്യാരക്ടർ.
ഇപ്പം 4 പേരുടെ ആണെങ്കിലും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. അപ്പം ക്യാരക്ടേഴ്സാണ് എപ്പോഴും എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടറും. അപ്പം ഐ എം വെയിറ്റിംഗ്. അത് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഞാൻ അതിനെ ക്യാരക്ടറായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അല്ല, ഇതൊരു ഇങ്ങനെയൊന്നും പറയുന്നവർ വളരെ ചുരുക്കമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ പറയുന്നവർ ചുരുക്കമായിട്ട് എനിക്ക് പേഴ്സണൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്ന. അല്ല, ചിലവർക്ക് അവാർഡ് കിട്ടുമ്പം they will get lot of opportunities. എനിക്ക് പേഴ്സണലി ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞ പോലെ, അതായത് ലീഡിലോട്ട് മാത്രം സ്റ്റക്ക് ചെയ്യുന്ന പോലെ തോന്നിയോണ്ടാണ് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത്. അത് കൃത്യമായിട്ട് അങ്ങനെ തോന്നിയത് കൊണ്ടായിരിക്കും, അല്ലാതെ ഒരിക്കലും പറയില്ലോ, കൈന്നിട്ട് പറയാനും പറ്റില്ലോ. അല്ല, ഇനിയും നല്ല വേഷങ്ങൾ തേടി എത്തട്ടെ. അതാണ് നമുക്ക് വേണ്ട. എന്നും തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ വിൻസിയുടെ സ്ക്രീൻ ഒരു സ്പേസ് ആണെങ്കിൽ കാണാനുള്ള വേണം നമുക്ക്. പ്രേക്ഷകർ ഇറങ്ങുമ്പോൾ ഒരു സീനാണെങ്കിൽ മനസ്സിൽ അത് ഉൾക്കൊള്ളണം. ഇപ്പം സൗദി വെള്ളക്കയിൽ ഒരു ചെറിയൊരു സീൻ വന്നു പോയി, പക്ഷെ അതിനുള്ള ഒരു ആക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു കോട്ട് സീനിൽ ജസ്റ്റ് ഒന്ന് വന്ന് പോകുന്നുള്ളൂ. അത്രയാണെങ്കിലും ഐ എം ഫൈൻ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ. ആരുടെ കൂടെ ഇനി അഭിനയിക്കണമെന്നൊരു ആഗ്രഹമാണ്? മമ്മൂക്ക. വെരി മച്ച്. എനിക്ക് കാതിൽ കണ്ടേ പിന്നെയാണ് ഈ ആഗ്രഹം തീവ്രമായ. എന്തോ എനിക്ക് ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് തോന്നി. അപ്പം അതിൽ എനിക്ക് ആരായിട്ടാണെങ്കിലും ഒരു സ്ക്രീൻ സ്പേസ്, ഐ മീൻ ഒരു ക്യാരക്ടർ പുള്ളിയുടെ ഒപ്പം ചെയ്യണം എന്നുണ്ട്. സാധ്യമാകട്ടെ അല്ലെ? സാധ്യമാകട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാണെന്നല്ലോ നമുക്ക് എല്ലാവരും ആഗ്രഹം. അടുത്ത പ്രോജക്റ്റ് നടന്ന സംഭവം ആൻഡ് ഗിർ, അത് റിലീസ് ആവാനുണ്ട്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാർമ എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ്. തമിഴില് ഡിമോണ്ടി കോളനിയുടെ സെക്കൻഡ് പാർട്ടിലൊരു പരിപാടി ഉണ്ട്. ചെറിയ പരിപാടി ആണിപ്പോ ഉള്ളത്. കഥ കേട്ടോണ്ടിരിക്കുക. പറ്റിയിട്ടില്ല. ഇനി സൂപ്പർ സിനിമയിലേക്ക് വരണം. നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ കായലിനൊപ്പം നീന്തണം. നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നീന്തൽ നിർത്തരുത്. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ട്, നീന്തുന്നത് നന്നാവും. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.